ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇൽമിന്റെ മജ്ലിസിലേക്ക് പോവുകയും അവിടെ ചെന്ന് ഇരിക്കുകയും ചെയ്യുകയാണ്. ആലിമീങ്ങൾ പങ്കെടുക്കുന്ന മജ്ലിസിലേക്ക് ചെല്ലുന്നു, ആലിമീങ്ങൾ പങ്കെടുക്കുന്ന സദസ്സുകളിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് ഇരുന്നു കൊണ്ട് നല്ലവണ്ണം ആ ആലിമ പറയുന്ന എല്ലാ വിഷയങ്ങളും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ വലം യഖ്ദിർ അലാ ഹിഫ്ദ് ശൈഇൻ മിമ്മാ ഖാലഹു, ആ മനുഷ്യനിക്ക് ആ ആലിമ പറയുന്ന കാര്യങ്ങളൊക്കെയും ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റുന്നു എങ്കിലും അതൊന്നും മനസ്സിൽ വെക്കാൻ കഴിയുന്നില്ല. മറവയുള്ള മനുഷ്യനാണ് ഇൽമിന്റെ മജ്ലിസിലേക്ക് പോകുന്നതെങ്കിൽ ആ മനുഷ്യനിക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ എത്രയാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അഅതാഹുല്ലാഹു സബ്അ കറാമാത്. മറവയുള്ള മനുഷ്യനാണ് ഇൽമിന്റെ മജ്ലിസിലേക്ക് പോകുന്നതെങ്കിൽ, പഠിച്ചതൊക്കെയും മറക്കുന്ന മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനിക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ സബ്അ കറാമാത്, 7 ബഹുമതികളാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവനിക്ക് നൽകുന്നത്. ഒന്നും രണ്ടുമല്ല, 7 ബഹുമതികളാണ്, 7 പ്രതിഫലങ്ങളാണ്. അവ്വലുഹാ യനാലു ഫളൽ മുതഅല്ലിമീൻ, മുതഅല്ലിമീങ്ങൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എന്തൊക്കെ പ്രതിഫലങ്ങളാണോ കൊടുക്കുന്നത്, ആ പ്രതിഫലങ്ങളൊക്കെയും ഇൽമിന്റെ മജ്ലിസിൽ വന്ന് ഇരിക്കുന്ന മറവയുള്ള മനുഷ്യനിക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുക്കുന്നുണ്ടെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി പറയുന്ന കാര്യം, മാദാമ ഇൻദഹു ജാലിസൻ കാന മഹ്ബൂസൻ അനിൽ ദുനൂബി വൽ ഖതായാ. ഇൽമിന്റെ മജ്ലിസിൽ വന്ന് ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ ആ സമയം മുഴുവനും അവനെ ഹബ്സ് ചെയ്യപ്പെട്ടവനെ പോലെയാണ്. കാന മഹ്ബൂസൻ അനിൽ ദുനൂബി വൽ ഖതായാ, എല്ലാ തിന്മകളെ തൊട്ടും എല്ലാ തെറ്റുകളെ തൊട്ടും തടയപ്പെട്ടവനെ പോലെയാണ് അവൻ. അവനിക്ക് യാതൊരു കുറ്റങ്ങളുമില്ല, യാതൊരു ദോഷങ്ങളുമില്ല. എല്ലാ കുറ്റങ്ങളിൽ നിന്നും, എല്ലാ തെറ്റുകളിൽ നിന്നും, എല്ലാ തിന്മകളിൽ നിന്നും അവൻ ഹബ്സ് ചെയ്യപ്പെട്ടവനെ പോലെയാണ്. മൂന്നാമതായി പറയുന്നു, ഇദാ ഖറജ മിൻ മൻസിലിഹി നസ്ലത അലൈഹി റഹ്മാ, അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവന്റെ കൂടെ മലായികത്തുകൾ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ കൂടെ വരികയാണ്. മൂന്നാമതായി പറയുന്ന കാര്യമാണ്. നാലാമതായി പറയുന്നു, ഇദാ ജലസ ഇൻദഹു നസലത റഹ്മതു അലൽ ആലിമി ഫതസീബുഹു ബിബറകതിഹി. ഇൽമിന്റെ മജ്ലിസിലേക്ക് വന്നിരിക്കുമ്പോൾ, ആ ഇൽമിന്റെ മജ്ലിസിലേക്ക് വന്ന ആലിം ഇൽമ പറഞ്ഞു കൊടുക്കുമ്പോൾ ആലിമിനിക്കായി സെപ്പറേറ്റ് ആയ ഒരു മലക്ക് വരികയാണ്, മലായികത്തുകൾ ഇറങ്ങി വരികയാണ്. ആ മലക്കുകൾ വരുമ്പോൾ ആലിമിനിക്ക് ലഭിക്കുന്ന എല്ലാ ബറകത്തുകളും എല്ലാ റഹ്മത്തുകളും അവിടെ ഒരുമിച്ച് കൂടിയ ഇൽമിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടി എല്ലാവർക്കും ബാധകമാവുകയാണ്. അല്ലാഹുവിന്റെ റഹ്മത്തുകൾ ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത്? ലോകത്തിലെ എല്ലാവരും അത്യന്താപേക്ഷികമായും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് അല്ലാഹുവിന്റെ റഹ്മത്ത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിൽ ഞങ്ങൾക്കൊക്കെയും പെടുത്തുമാറാവട്ടെ, ആമീൻ. അഞ്ചാമതായി പറയുന്നു, തക്തുബു ലഹുൽ ഹസനാതു മാ ദാമ മുസ്തമിഅ. ആ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് എത്ര സമയം ഇരിക്കുന്നുവോ, എത്ര നേരം ഇരിക്കുന്നുവോ, ആ സമയം വരെ അവൻക്കുള്ള ഹസനാത്തുകൾ എഴുതപ്പെടുകയാണ്. 2 മലക്കുകൾ നമ്മുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും ഉണ്ടെന്ന് ഞാൻ പണ്ടേ പഠിച്ചവരാണ്. ആ ഹസനാത്തുകളുടെ കൂട്ടത്തിൽ അവന്റെ വലതുഭാഗത്തുള്ള മലക്കുകൾ, അവൻ ഈ സമയം മുതൽ ഇന്നേ സമയം വരെ ഇൽമിന്റെ മജ്ലിസിലായ ശുഗലായവനാണെന്ന് ഹസനാത്തുകൾ രേഖപ്പെടുത്തുകയാണ്. ആറാമതായി പറയുന്നു, തഹഫുമുൽ മലായികതു ബിഅജ്നഹതിഹിം വഹും ഫീഹിം. അവിടെ ഇരിക്കുമ്പോൾ മലക്കുകളൊക്കെ വന്നുകൊണ്ട് അവനക്കൊക്കെ എല്ലാ മലക്കുകളും ചിറക് താഴ്ത്തി കൊടുക്കുകയാണ്. എല്ലാ മലക്കുകളും ഇൽമിന്റെ സദസ്സിൽ വന്ന എല്ലാ ആളുകൾക്കുമുള്ള എല്ലാ ചിറകുകളൊക്കെയും താഴ്ത്തി കൊടുക്കുകയാണ്. തണലുകൾ ഇട്ട് കൊടുക്കുകയാണ്. ആത്മീയമായ സംരക്ഷണം ഇട്ട് കൊടുക്കുകയാണ്. അവസാനമായി 7ാമതായി പറയുന്നു, കുല്ലു കദമിൻ യർഫഉഹാ വയദഉഹാ തകൂനു കഫാറാ. ആ ഇൽമിന്റെ സദസ്സിലേക്ക് വരുന്ന മനുഷ്യനുണ്ടല്ലോ, എത്ര പാദമാണോ പിന്നിട്ട് വന്നത്, എത്ര കാൽപ്പടയാണോ ഇട്ടുകൊണ്ടുവന്നത്, ഓരോ ചവിട്ടട് പാദക്കും അവന്റെ എല്ലാ ദോഷങ്ങളും എല്ലാ തെറ്റുകളും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയുകയാണ്. മാത്രമല്ല വറഫ്അ ലിദ്ദറജാത്ത്,
അവൻക്കുള്ള എല്ലാ സ്ഥാനങ്ങളും അധികരിപ്പിച്ചു കൊടുക്കുകയാണ്. അവന്റെ എല്ലാ ബഹുമതികളും അധികരിപ്പിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല വസിയാദത്തുൻ ഫിൽ ഹസനാത്ത്, ഹസനാത്തുകളൊക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. ഇൽമിന്റെ മജ്ലിസിലേക്ക് വന്നപ്പോൾ മഹാന്മാർ പറയുന്നു ഹാദാ ലിമൻ, ഈ പറയപ്പെട്ട 7 ബഹുമതികളുണ്ടല്ലോ, ലം യഹ്ഫദ് ശൈഅൻ, ആ ഇൽമിന്റെ മജ്ലിസിൽ ഇരുന്ന് ആ ഇൽമ വേണ്ടപോലെ കേട്ട് എല്ലാം മറക്കുന്ന മറവിയുള്ള മനുഷ്യനിക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളാണ്. മറവിയുള്ള മനുഷ്യനിക്ക് ഇത്രത്തോളം പ്രതിഫലം ലഭിക്കണമെങ്കിൽ വഅമ്മല്ലദീ യഹ്ഫദ് ഫലഹു അദ്ആഫൻ ദാലിക മുളാഅഫാ, ഓർമ്മശക്തിയുള്ള മനുഷ്യന്മാർ, ഇൽമിന്റെ മജ്ലിസിൽ വന്നിരിക്കുന്ന ഓർമ്മശക്തിയുള്ള മറവിയില്ലാത്ത മനുഷ്യന്മാർക്കുള്ള ലഭിക്കുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. അത്രമാത്രം മഹത്വങ്ങളാണ്, അത്രമാത്രം മഹാത്മ്യങ്ങളാണ് ഇൽമിന്റെ മജ്ലിസിലേക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഉമ്മമാരോട്, പെങ്ങന്മാരോട് പറയാനുള്ളത്, നമ്മുടെ നാടുകളിൽ നടക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത നാടുകളിൽ നടക്കുന്ന ഇൽമിന്റെ മജ്ലിസുകളിലേക്ക് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിൽ, പ്രയാസമൊന്നുമില്ല എങ്കിൽ പോകാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് ഇൽമുകൾ പഠിക്കാനും ആ ഇൽമ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മുടെ തൗഫീഖ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഖുർആനിലെ തിരുവചനം കൊണ്ട് ഈ വേദിയെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.